ശബരിമല വിഷയം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. അതായത് പത്മകുമാർ പിന്നെ ജാമ്യാപേക്ഷ നൽകി, പക്ഷേ അടുത്ത കേസുമായി വീണ്ടും രംഗത്തെത്തി. ദ്വാരപാലക പിന്നെ കേസിൽ പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പത്മകുമാറിന് ഇനിയൊരു പുറം ലോകം കാണില്ല, പൂട്ടിക്കെട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ വാസു വരെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ജയിലിടിഞ്ഞാലും പത്മകുമാർ വരാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വീണ്ടും റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുണ്ട്. ജാമ്യാപേക്ഷ 2 തവണ അദ്ദേഹം നൽകി, ജാമ്യം നിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇന്നലെയും ജാമ്യാപേക്ഷ തള്ളി. അതാണ് ഇന്നലത്തെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ പത്മകുമാറിനെ മാത്രം ഇതിൻ്റെ അകത്ത് പെടുത്തിക്കൊണ്ടില്ല. കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടില്ല, ജയറാമിനെ വിളിച്ചിട്ടില്ല, തന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. 1 മാസം കൂടെ വീണ്ടും നീട്ടിക്കൊടുത്തു. പക്ഷെ പത്മകുമാർ കിടന്നത് കറങ്ങുന്നുമുണ്ട്. നമ്മൾ എന്താണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്? ഇന്നലെ കൊടുത്ത റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം ഒരുപക്ഷെ കോടതി വെളി കൊടുത്തിട്ടില്ല. അതിനകത്ത് വരുന്നതനുസരിച്ചാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ക്ലെയിം ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അനുവാദം കൊടുത്തിരിക്കുന്നു കോടതി എന്നുള്ള രീതിയിലേക്ക് പറയാതെ പറയുന്നൊരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 കേസുകളായിരുന്നല്ലോ പ്രധാനമായിട്ട് എടുത്തിരുന്നത്. ഒന്ന് ദ്വാരപാലക ശില്പം, ഒന്ന് വാതിൽപ്പടി. അപ്പോൾ ഇതിനകത്ത് ഇപ്പം 2ാമത്തെ കേസിനകത്ത് ഇദ്ദേഹം പ്രതിയാണെന്നും, അല്ലെങ്കിൽ ഈ കാര്യം വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് സ്വർണ്ണം അടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിനകത്തുനിന്ന് മനസ്സിലാവുന്നു. അതായത് എല്ലാത്തിനകത്തും, പക്ഷേ വേറൊരു കാര്യമുണ്ട്, എല്ലാത്തിനകത്തും ഇദ്ദേഹം പ്രതിയാണ്. ഈ 2019 മാസ്റ്റർ തയ്യാറാക്കുമ്പോഴും അതിനുശേഷം ഇതേ പാറ്റേണിൽ ഇപ്പോൾ 2025 അല്ലേ, അപ്പോൾ തയ്യാറാക്കുമ്പോഴും വീണ്ടും അത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരുക്കം നടക്കുമ്പോഴാണല്ലോ 2019 ഈ കാര്യം വെളിയിൽ കൊണ്ടുവന്ന് ഇത്രയും വലിയ വലിപ്പത്തിലുള്ളൊരു ഗൂഢാലോചന കൊണ്ടുവരുന്നു. അതിനകത്ത് ഗൂഢാലോചന കോടതിയിൽ വന്നപ്പോൾ ആ കേസ് എടുക്കുന്നതിൻ്റെ ഗൗരവം കോടതി ആദ്യം തന്നെ മനസ്സിലാക്കിയാണ് ഇതിനകത്ത് ലിസ്റ്റ് കൊടുത്തത്. ലിസ്റ്റ് കൊടുത്തതിനകത്ത് ആ ലിസ്റ്റിലുള്ളതിനകത്ത് തന്ത്രി മാത്രമാണ് വെളിയിൽ നിൽക്കുന്നത്. മന്ത്രിയുടെ പേരിൽ ആ ലിസ്റ്റിലില്ല. മേൽശാന്തിയും തന്ത്രിയും മാത്രമാണ് വെളിയിൽ നിൽക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ കൊള്ള ഇപ്പോഴല്ല, ഇതിനു മുമ്പേ ഉണ്ട്. അതിനകത്ത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ മന്ത്രി ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുമുണ്ടെന്നാണ് പപ്പൻ പറഞ്ഞിരുന്നത്. പക്ഷെ പപ്പനിലേക്ക് മാത്രം ഈ സാധനം കേന്ദ്രീകരിക്കുന്നു. പപ്പൻ മോട്ടിച്ചതായിട്ട് പപ്പൻ സമ്മതിക്കുന്നു. നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പപ്പൻ പലവട്ടം അന്വേഷണ ഉദ്യോഗസ്ഥരെടുത്ത് പറയുന്നു. പക്ഷെ പപ്പൻ പറയുന്നു ഇതിനകത്ത് തന്ത്രി ഉണ്ട്. തന്ത്രിയുടെ വാചകങ്ങൾക്കകത്തു നിന്ന് തന്ത്രി തന്നെ പറയുന്നു ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അതാണല്ലോ ഞാൻ ഒപ്പിട്ടു. ഞാൻ നേരത്തെ അവിടെ മംഗളുണ്ടെന്ന് ഈ പറയുന്ന മുരാരി ബാബു വന്നപ്പോൾ അത് അങ്ങനെയാണെന്നുള്ള രീതിയിൽ എൻ്റെ ലെറ്റർ പാഡിൽ എഴുതി കൊടുത്തു. അപ്പൊ അതെല്ലാം അയാൾ ഇത് സമ്മതിക്കുന്ന പുള്ളിയാണ്. അയാൾക്ക് അറിയത്തില്ലേ 98 24 ക്യാരറ്റ് സ്വർണം പൂശിയതല്ല, ഇത് സ്വർണ്ണത്തകിട് തന്നെയാണെന്ന്. അപ്പൊ അതിനകത്ത് ഇത് വരുത്തണമെങ്കിലും ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിനകത്ത് ഒരു മാസ്റ്റർ തയ്യാറാക്കി അതിനകത്ത് നിർബന്ധപൂർവ്വം അതിനു മുമ്പേ അനുച്ഛേദം എഴുതി മേടിക്കുമ്പോഴും ആ മാസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ കീഴിൽ ഒപ്പിട്ട ആളിനെ എന്തായാലും എത്ര അറിയാത്തതായാലും നിർബന്ധപൂർവ്വമാണെങ്കിൽ പോലും കൂട്ടുപ്രതി ആവത്തില്ല. എന്താ തന്ത്രി കൂട്ടുപ്രതി ആവത്തില്ല? അപ്പൊ ഇതിനകത്ത് കോടതിയിൽ ഇന്നലെ കൊടുത്ത ജാമ്യാപേക്ഷയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ മാസ്റ്റർ തിരുത്തി. പക്ഷേ എൻ്റെ കൂടെ 2 ദേവസ്വം ബോർഡ് മെമ്പർമാരില്ലേ, അവരൊരു വിയോജനക്കുറിപ്പ് പോലും പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് അവരെന്താ പ്രതിയാവാത്തത്? ഞാൻ പറഞ്ഞ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ച ഇമെയിൽ അയപ്പിച്ച് അവിടുന്ന് ഓർഡർ എൻ്റെ മേശപ്പുറത്ത് കൊണ്ടുവന്നെന്ന് ഞാൻ പറയുന്ന മന്ത്രി എന്താ പ്രതിയാവാത്തത്? ഈ സാധനം ഇവിടുന്ന് 38 ദിവസം കൊണ്ടുപോയിട്ട് എങ്ങും അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ കാണിച്ചിട്ട് എന്ത് കാര്യം വെളിയിൽ കൊണ്ടുപോകണമെങ്കിലും എന്ത് നടക്കണമെങ്കിലും കോടതി അറിയിക്കണമെന്ന് കോടതി വെച്ചിരിക്കുന്ന നിരീക്ഷണ പോലും മറികടന്ന് കൊണ്ടുപോയ വാതിൽപ്പടി എടുത്തു വെച്ച് പൂജിച്ച ജയറാമിനെ എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ ചോദ്യം ചെയ്യാതെ? ഇതിനകത്തൊക്കെ എന്താ ഉത്തരം വരാത്തത്? നമ്മൾ എത്ര പറയുമ്പോഴും രഹസ്യ സ്വഭാവത്തിൽ അവിടെ കൊടുത്തിരിക്കുന്ന ബോണ്ടിനകത്ത് ഞങ്ങൾക്ക് ഇനിയുള്ള തന്ത്രിയെ പിടിക്കണം, അല്ലെങ്കിൽ മന്ത്രിയെ പിടിക്കണം, ജയറാമിനെ പിടിക്കണം, അങ്ങനെ പിടിച്ചാൽ വലിയ കുഴപ്പം വരും, എന്താണ് കോടതി പറയുന്നത്, കോടതിയുടെ ഡയറക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അല്ലെങ്കിൽ ഈ കേസ് ശരിക്കും പറഞ്ഞാൽ എത്ര ആയാലും ഇനി അങ്ങ് കടൽ കടത്തിയില്ലെങ്കിലും അങ്ങ് വിചാരിക്കാമെന്ന് വെച്ചു. കടൽ കടത്തിയില്ലെങ്കിലും സ്വർണം മോട്ടിച്ചതിനകത്ത് ഇവരെല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട പ്രതികൾ ഇവരുടെ പേര് പറയുന്നുണ്ടല്ലോ. അതിനകത്ത് വ്യക്തത വരുത്തി അല്ലെങ്കിൽ കൃത്യത വരുത്തി വരണമല്ലോ. ജയറാം ഒക്കെ ഇതിനകത്ത് എങ്ങനെ വന്നു, ഏത് രീതിയിൽ വന്നു, അപ്പോൾ അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ അതിനകത്ത് എവിടൊക്കെയോ എന്തൊക്കെയോ ഒരു ചവിട്ടിപ്പിടുത്തം വളരെ കൃത്യമായിട്ട് SIT നടത്തുന്നുണ്ട്. എന്ത് വേണം വിചാരിക്കും. വീണ്ടും ഈ ഒരു സാധനം ഒരാളിലേക്ക് തന്നെ മൂടപ്പെടുന്നു. അയാൾ പറയുന്നു ഞാൻ മാത്രമല്ല, ഞാനുണ്ട്, ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തിനകത്തു നിന്ന് പലരെ ഒഴിവാക്കും.
പപ്പൻ പറയുന്നില്ല, ഞാൻ മാത്രമല്ല കൂട്ടമുണ്ട്, എനിക്ക് ദൈവതുല്യനായിട്ടുള്ള ആളുണ്ട്. പുള്ളിക്ക് ദൈവതുല്യനായിട്ടുള്ള ആൾ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യപ്പന്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും അതിനെക്കാട്ടി വലിയ ആൾ മേളിലുണ്ട്. പുള്ളിക്ക് ദൈവതുല്യനായിട്ടുള്ള ആള് പണ്ടത്തെ കാര്യം ആലോചിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ വാക്ക് പറയുമ്പോൾ പിണറായി വിജയൻ തന്നെ. പിണറായി വിജയനാണ് പുള്ളിയുടെ ദൈവം. പിണറായി വിജയൻ ആണ് പുള്ളിയുടെ ദൈവം. പിണറായി വിജയനെ പിണറായി വിജയൻ പിന്നെ കുറച്ച് ശബരിമല വിഷയം എന്ന് പറഞ്ഞ് ഇയാളെ നമ്മുടെ ഭക്തന്റെ ഭാഗത്തു നിന്ന് കട്ടി നിർത്തിയേക്കുന്നു എന്നുള്ള. എന്നാലും പിണറായിയാണ് പുള്ളിയുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ദൈവതുല്യനായ ചില ആൾക്കാർ ഇതിന്റെ പിറകിൽ ഉണ്ട് എന്ന് പുള്ളി പറഞ്ഞതിനകത്ത് നമ്മളെപ്പോഴും തന്ത്രി എന്ന് പറയുമ്പോൾ തന്ത്രിയും പിണറായിയും ഉണ്ടോ എന്ന് നമുക്ക് വിചാരിച്ചൂടെ? അല്ലെങ്കിൽ പിണറായി പറഞ്ഞിട്ടാണോ ഈ പറയുന്ന പിണറായിയുടെ ആശ്രിതനായിട്ട് എന്തും പിണറായി പറയാതെ ചെയ്താൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തിരിക്കുന്നവന് പാർട്ടിക്കകത്തും മന്ത്രിസഭയ്ക്കകത്തും ഒരു കാലത്തും ഗതിയില്ലാതെ വരുമെന്ന് പൂർണ്ണമായിട്ട് ബോധ്യമുള്ള ഒരു കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെ ചെയ്യത്തൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപക്ഷെ കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതി ഏൽപ്പിച്ച SIR തലവനെ താപ്പോട്ട് തീരുമാനിച്ചിരിക്കുന്നവരെ ഈ ഒരുപക്ഷെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒക്കെ പറ്റും. ഉദ്യോഗസ്ഥന്മാരെ താപ്പോട്ട് തീരുമാനിച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും നല്ല ഉദ്യോഗസ്ഥന്മാരെ. SIR തലവനോട്ടിരിക്കുക, ഇവരാണെല്ലാം അന്വേഷിക്കുന്നത്, ഇതെല്ലാം പരിശോധിക്കുന്നത് മാത്രമേ ഉള്ളല്ലോ പുള്ളിക്കുള്ള ജോലി. നമ്മളൊരിക്കലും തലവനായിരുന്നു, തലവനൊന്നും അല്ല ഇതൊന്നും നടത്തുന്നത്. ഇതെല്ലാം ഉണ്ടാക്കുന്ന താഴെ തൊട്ട് SI തൊട്ട് മേപ്പോട്ടുള്ള DVSമാർ ഉൾപ്പെടെയുള്ള SP പോലും ഇതിന്റെ മൊത്തത്തിൽ പരിശോധിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് അവരെയൊക്കെ അവിടെ ഇവിടെയൊക്കെ വിളിച്ചിട്ട് ഹലോ ഇങ്ങോട്ട് വന്നിട്ട് SI എല്ലി അല്ലെങ്കിൽ സുധീഷ് SI എല്ലി ഇങ്ങോട്ട് വന്നിട്ട് ആരാ വിളിക്കുന്നത്, അപ്പം ഈ ശശിയോ അല്ലെങ്കിൽ മറ്റേ അല്ലൊക്കെ വിളിച്ചിട്ടില്ലേ, അത് ഇത്രയൊക്കെ മതി കേട്ടോ. അത് ഇത് എന്റെ സംശയം എല്ലാരും വെളിയിൽ നിൽക്കുക, വാസു എന്തായാലും വെളിയിൽ ഉറപ്പാണ്. പക്ഷെ പപ്പ ഇപ്പോഴും ഈ മറ്റേ പത്മവ്യൂഹത്തെപ്പറ്റി ഇവിടെ നിറങ്ങുമ്പോ അവിടെ കൂടെ അകത്ത് കയറ്റണം, അവിടെ നിറങ്ങുമ്പോ പപ്പൻ പെട്ടു എന്ന് പറഞ്ഞാൽ ധന്യ ഇതിനകത്ത് പപ്പന്റെ പേരെല്ലാം മൊത്തം നോക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം പപ്പനില്ലാത്ത ഒപ്പില്ല, പപ്പൻ തിരുത്താത്ത ഫയലില്ല, പപ്പൻ ചെയ്യാത്ത കാര്യമില്ല. നിലവറ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇരിപ്പുണ്ട് പപ്പനെതിരെ തെളിവ്. പിന്നെ എന്ത് ചെയ്യാനൊക്കും? ഏതെങ്കിലും രീതി രക്ഷിക്കാനൊക്കുവോ? ഒരു മാർഗം രക്ഷിക്കാൻ മാർഗം ഇല്ലാത്തതുകൊണ്ടാ ഈ പറഞ്ഞ ഗോവിന്ദ മാഷ് പത്തനംതിട്ട ഓടി നടന്ന് അപ്പം ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് ആ ഒരവസ്ഥ, പപ്പന് ഈ ഒരവസ്ഥ. പത്തനംതിട്ട ചെന്നിട്ട് അതാ ഗോവിന്ദ മാഷ് പറഞ്ഞു ഒരു രക്ഷയില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെ ഇതിനകത്ത് പിടിച്ചു വെച്ചു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, അവൻ കമ്മ്യൂണിസ്റ്റ് അല്ല, അവൻ കമ്മ്യൂണിസ്റ്റിന്റെ മുഖം മാത്രമുള്ള കുഴപ്പക്കാരനാണ്, അവനെ ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെ പുറന്തള്ളിക്കൊണ്ടിരിക്കുക. ഇനിയും ചിലപ്പോൾ ആൾക്കാർ വന്നാലും പുറന്തള്ളും. അപ്പം ഒരു മാർഗം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ മറ്റു പാർട്ടികൾക്കപ്പുറം രക്ഷിക്കാൻ പറ്റിക്കുന്നവരെ നിസ്സാരമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് രക്ഷിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് എവിടെ നോക്കിയപ്പോഴും കയറ്റാനൊക്കത്തില്ല. മൊത്തത്തിൽ പ്രശ്നം. എല്ലായിടവും പപ്പൻ ഒപ്പിട്ടിട്ടുണ്ട്, എല്ലായിടവും പപ്പൻ തിരുത്തിയിട്ടുണ്ട്. നിലവറ നോക്കിയപ്പോൾ പപ്പന്റെ തെളിവുണ്ട്, അല്ലെങ്കിൽ ശബരിമല ചെന്നപ്പോഴുണ്ട്, അംശവടിയലുണ്ട്, മറ്റേതിലുണ്ട്, മോനെ പറഞ്ഞു വിട്ട് ജയിച്ചിട്ടുണ്ട്, പെണ്ണുപിള്ളയുടെ പേര് മേടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പ്രശ്നം. അങ്ങനെ പപ്പൻ കുരുങ്ങി കിടക്കുമ്പോൾ പപ്പൻ ഏതാണ്ട് പെട്ടു. പപ്പൻ ബാക്കിയുള്ളവരും കൂടെ വലിച്ചിനകത്ത് ഇടാൻ നോക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഈ പപ്പൻ പറയുമ്പം അത്ര നിസ്സാരമായിട്ട് നമുക്ക് പപ്പന്റെ പറച്ചിൽ ഈ പറഞ്ഞ പോലെ പെടുത്താൻ നോക്കുകയെന്നൊന്നുമല്ല. ഇതിനകത്ത് എങ്ങനെ വന്നാലും ഒന്നും ചെയ്തില്ലെങ്കിലും തന്ത്രി പ്രതിയാവുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ തന്ത്രിയെ മാറ്റി നിർത്തുന്നു, മന്ത്രിയെ മാറ്റി നിർത്തുന്നു. നേരത്തെ ചില ദേവസ്വം ബോർഡ് അല്ല മന്ത്രിമാർ ഇതിനകത്തുണ്ടോ? അദ്ദേഹത്തെ പിന്നെ ഒന്നും ആരും സംശയിക്കുന്നില്ല, ഉണ്ടോ? ഇതൊക്കെ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഇനി അതിനകത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ എല്ലാവരോടും ചെന്ന് എതിരേറ്റു വന്നിട്ട് കൊണ്ടുപോകും നമുക്കറിയത്തില്ല. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പപ്പൻ പെട്ടു. അറയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം പപ്പനെതിരെ തെളിവുകളാണ്. രണ്ടാമത്തെ കേസും പപ്പന്റെ തലയിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ അന്വേഷണവും നടക്കും. ധന്യ പറഞ്ഞതുപോലെ അവിടെ കിടന്ന് സ്വാമിയേ ശരണമയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.